ഹലോ ഗൈസ്, ഐ എം ഖൈഡോ, നോട്ട് ഫ്രം വൺ പീസ്, ഫ്രം ഇൻസ്റ്റ ഗൈസ്. ജസ്റ്റ് കുറച്ച് Q&A ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങൾ പറയാനായിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ വന്നിരിക്കുന്നത്. ഒരു Q&A ആയിക്കോട്ടെ. ഇടത്തോട്ട് നോക്കണ്ട, കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനുകൾ എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയാ ചോദിക്കുന്നത് Q&Aയിൽ. അങ്ങനെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. വെറുതെ വെച്ച് ലാഗടിപ്പിക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് കൈഡോ? ഇത് തന്നെയാണ് ഫസ്റ്റ് നെയിം. എന്താണ് കൈഡോ? കൈഡോ ഈസ് ഫ്രം വൺ പീസ് ഗൈസ്. എല്ലാ ഫാൻസിനും അറിയാവുന്നത് പോലെ, എൻ്റെ ഫാൻസ് അല്ല, വൺ പീസ് ഫാൻസ്. ഓക്കെ, എല്ലാ വൺ പീസ് ഫാൻസിനും അറിയാവുന്നത് പോലെ ദാറ്റ്സ് കൈഡോ. കൈഡോ ഈസ് ഫ്രം വൺ പീസ്. ഹീസ് നോട്ട് എ ഹീറോ ഗൈസ്, ഹീസ് എ വില്ലൻ ഫ്രം വൺ പീസ്. അതെല്ലാവർക്കും അറിയാം. അത്രേ ഉള്ളൂ. കുറേ ആൾക്കാർ ചോദിച്ച് ഗൈസ്, ബീറ്റ് എവിടുന്ന, ഏത് വീഡിയോ ഇട്ടാലും ബീറ്റ് എവിടുന്ന, ബീറ്റ് എന്താ ചെയ്യുന്നത്, ബീറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് ഗൈസ്? ദാറ്റ്സ് ഒരു ഫ്രീ സ്റ്റൈൽ ബീറ്റാണ് ഗൈസ്. യൂട്യൂബിൽ ഇത്ര സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഫ്രീ സ്റ്റൈൽ ബീറ്റ് കിട്ടും. നമുക്ക് ചുമ്മാ ഇട്ട് പാടാം. ജസ്റ്റ് അനദർ ക്വസ്റ്റ്യൻ, സിസ്റ്റർ ഓർ ബ്രദർ? സോ ബ്രോ, നേരത്തെ ഞാൻ പറഞ്ഞു, ഐ ഹാവ് വൺ സിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ ആർട്ട് ബിക്കംസ് യുവർ ഓൺലി എസ്കേപ്പ്? ആർട്ടാണ് എൻ്റെ ഒരു ഓൺലി എസ്കേപ്പ് ഗൈസ്. വേറൊരു കഴിവും ഇല്ലാത്ത ഞാൻ, റാപ്പ്, അതേ ഉള്ള എസ്കേപ്പ് അവനൊരു കഴിവ് ഗൈസ്. ഫസ്റ്റ് മൈക്ക് ഹോൾഡ് ചെയ്ത ദിവസം. ഓക്കെ, അതൊക്കെ നല്ലൊരു ചോദ്യമാണ്. ഇത് എങ്ങനെയൊക്കെ വരുന്നതാ ചോദ്യം? ഇതൊന്നും ഞാൻ മനസ്സിൽ പോലും കാണാത്ത ചോദ്യങ്ങളാണ്. ഫസ്റ്റ് മൈക്ക് ഉള്ളത് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ കണ്ട്. അവരൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ട് ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ മൈക്കിൽ ഒരു ഓടപ്പരിപാടിക്കാണോ എന്തോ പരിപാടിക്കാണോ ഒന്നും ഓർമ്മയില്ല, താരക പെണ്ണാളെ പാടി ഗൈസ്. അയ്യോ എൻ്റെ പൊന്നോ, കിടിലായിരുന്നു. ജസ്റ്റ് സൂപ്പറായിരുന്നു ഗൈസ്. സോ താരക പെണ്ണാലെ വിത്ത് ദ മൈക്ക്. സോ ദാറ്റ്സ് മൈ ഫസ്റ്റ് മൈക്ക് ഡേ. പിന്നെ ഇങ്ങോട്ട് മൈക്ക് ആയതുകൊണ്ട് തൊട്ടിട്ടില്ല ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, റാപ്പ് എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇമോഷനാണോ അതോ മെസ്സേജാണോ? ജസ്റ്റ് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു വിഷയം ഉണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് ഞാൻ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ട്രൈ ചെയ്യുന്ന ഒരു റാപ്പർ ഗൈസ്. സോ അതാണ് എനിക്ക് വേണ്ടത് ഗൈസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ട്രൈ ചെയ്യുന്ന ഒരു റാപ്പർ. അന്നേരം ഞാൻ അതിനെക്കുറിച്ച് വേറെ ഇമോഷനാണോ മെസ്സേജാണോ വരുന്നതെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് നമുക്ക് ഇമോഷനായിട്ടാണല്ലോ മെസ്സേജ് വരുന്നത്. കാരണം ഫസ്റ്റ് നമുക്ക് എന്തുവാ ഒരു കാര്യത്തിനോട് ഒരു വിഷമം വരും. സോ അതിനെക്കുറിച്ച് വരി എഴുതും. ഒരു നല്ല ചോദ്യം, എന്താണ് ഒരു റാപ്പ് ലൈൻ പെർഫെക്റ്റ് ആക്കുന്നത് അക്കോർഡിങ്സ് ടു യു? എന്ന് വെച്ചാൽ ഒരു റാപ്പ് ലൈനിൽ നമുക്ക് ഫസ്റ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ റൈമിങ് ഗൈസ്. റൈമിങ് ആണ് ഒരു റാപ്പിൻ്റെ ബെസ്റ്റ് സാധനം. ചുമ്മാ ഒരു വരി എഴുതുന്നത് ജസ്റ്റ് ലൈക്ക് ഫെയിം, ബ്ലെയിം, കെയിം. ഓക്കെ, ഇതൊരു ബീറ്റ് ഇട്ട് ജസ്റ്റ് ഫ്ലെയിം, കെയിം, ബെയിം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ബീറ്റാണ് ഗൈസ്. ജസ്റ്റ് ഫ്ലെയിം, കെയിം, ബ്ലെയിം, അങ്ങനെ വരും ഗൈസ്. സോ ദിസ് റൈമിങ് ഈസ് ദ ബെസ്റ്റ് സാധനം ഫോർ റാപ്പ് ഗൈസ്. റൈമിങ് ആണ് നമുക്ക് ഒരു റാപ്പിൽ വേണ്ടത്. സോ റൈമിങ് ഉണ്ടെങ്കിൽ അത് കളറാകും. പിന്നെ കൈഡോയ്ക്ക് ക്രഷ് ഉണ്ടോ? ബ്രഷ് ഉണ്ട് ഇപ്പോൾ, അങ്ങനെ കുറേ അമ്മമാർ ലൈക്ക് കുറേ ഉണ്ട് ഗൈസ്. നല്ലൊരു ചോദ്യം കിട്ടിയിരിക്കുന്നു ഗൈസ്. ഈസ് റാപ്പ് ജസ്റ്റ് എ മ്യൂസിക് ടു യു ഓർ എ വെപ്പൺ ഗൈസ്? ഓക്കെ, റാപ്പ് എനിക്കൊരു മ്യൂസിക്കാണോ അതൊരു വെപ്പണാണോ എന്ന് കുറേ ചോദ്യങ്ങൾ സോ വിടുന്നുണ്ട്. അപ്പുറത്ത് കിടക്കുന്നവരെ കാണാൻ ഗൈസ്. അങ്ങനെ വെപ്പണാണോ ഒരു മ്യൂസിക്കാണോ? പിന്നെ ഞാൻ ഈ ആശുപത്രിയിൽ വെളുപ്പിന് 3 മണിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് ബഹളം വെക്കാൻ ആയതുകൊണ്ടാണ് ഇപ്പം അതൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ ഇനി വരുന്ന വ്ലോഗുകളിൽ ഞാൻ നല്ലോണം സംസാരിക്കും. സത്യം പറഞ്ഞാൽ റാപ്പ് ഒരിക്കലും മ്യൂസിക് മാത്രമായിട്ടല്ല, എല്ലാത്തിനെയും കുത്തി പറയുന്ന ഞാൻ അതൊരു വെപ്പണാക്കിയിട്ടുണ്ട്. എനിക്ക് ആവുന്ന കണക്ക് ഞാൻ ഇനിയും മൂർച്ച കൂട്ടും, ഇനിയും കണ്ടന്റുകൾ ഇടും ഗൈസ്. സോ യെസ്, നിങ്ങളെയൊക്കെ അഭിപ്രായ പ്രകാരം മാത്രമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് വ്ളോഗ് ചെയ്യാൻ അറിയാമോ എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ് ഫ്രം ഫസ്റ്റ് വീഡിയോ.
ഇടയ്ക്ക് റേഞ്ച് പോകും ഗൈസ്, അത് വിട്ടേരാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഗൈസ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചേ, രേഖ ചേച്ചി ആരാണ്? ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോറി ഇട്ടായിരുന്നു. ഈ രേഖ ചേച്ചിയെ കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോറി ഞാൻ ഇട്ടായിരുന്നു ഗൈസ്. ഒരു കൊച്ചു മാൻ, അല്ല മാനല്ല, മോൻ സോറി, ജസ്റ്റ് നാക്കുളിക്ക് ഇതാണ് ഗൈസ്. ഒരു കൊച്ചു മോൻ ഗൈസ്, എട്ടും പൊട്ടും തിരിയാത്ത വെറും 4000 ഫോളോവേഴ്സ് മാത്രം കിടക്കുന്ന ഏതോ ഒരു ഇൻസ്റ്റയുടെ മൂലയ്ക്ക് കിടക്കുന്ന എന്നെ കണ്ട് ആ കൊച്ചു പയ്യനെ എഴുതാൻ തുടങ്ങി ഗൈസ്. അന്നേരം നിങ്ങൾ എന്നെ പറ്റിയൊന്ന് ആലോചിച്ചോക്കെ, ഒരു സംഭവം തന്നെ ഇല്ലയോ? അങ്ങനെയൊക്കെ എനിക്ക് തോന്നി ഗൈസ്. ജസ്റ്റ് അതാണ് ഞാൻ ആലോചിക്കുന്നത്. ജസ്റ്റ് എന്നെക്കാളിൽ ഞാനെന്തോ വേറെ പല എന്നെ വേണ്ടി ഭയങ്കര ഫോളോവേഴ്സൊക്കെ ഉള്ള പല റാപ്പർമാർ ഇവിടെ ഉണ്ട് ഗൈസ്. ജസ്റ്റ് ബിഗിനേഴ്സ് ആൻഡ് പ്രോ. ബട്ട് ഞാനിതൊന്നുമില്ല, വെറും എവിടെയോ കിടക്കുന്ന 14,000 ഫോളോവേഴ്സ് മാത്രമുള്ള ഞാൻ എന്നെ തെരഞ്ഞു പിടിച്ച് എൻ്റെ വരികൾ ഇഷ്ടപ്പെട്ട് ഒരു 8 വയസ്സുള്ളൊരു പയ്യൻ എഴുതാൻ തുടങ്ങി ഗൈസ്. അന്നേരം ആസ് ആൻ ആർട്ടിസ്റ്റ് ഐ വോൺ. ഇനിയിപ്പോൾ എനിക്ക് 2 ഫോളോവേഴ്സോ 3 ഫോളോവേഴ്സോ ഉള്ളതിലും എൻ്റെ വരികൾ കേട്ട് അവ എഴുതാൻ തുടങ്ങിയോ, ജസ്റ്റ് ദാറ്റ്സ് മൈ ഹാപ്പിനെസ് ബ്രോ. അതാണ് എൻ്റെ സന്തോഷം. അങ്ങനെ വിജൃംഭിച്ച കൈഡോ ഗൈസ്. ഒരുത്തം ഒന്ന് ചോദിച്ചേക്കുവാണ്, ലിറിക്സ് ഇട്ടിട്ട് സെൻസറായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആരാണ് ബ്രോ? എൻ്റെ ലിറിക്സ് ആര് സെൻസറാക്കാനാണ്? ഞാൻ സ്വന്തമായിട്ട് വരുന്ന ലിറിക്സ് സെൻസറാവാനൊന്നുമില്ല. പിന്നെ ഞാൻ വലിയൊരു പാട്ടുകാരനൊന്നുമല്ല, ജസ്റ്റ് ഒരു മൂലയ്ക്ക് കിടക്കുന്ന കൈഡോ റാപ്പർ. സോ എൻ്റെ ലിറിക്സ് സെൻസറാവാനുള്ള സമയമൊന്നും ആയില്ല ഗൈസ്. സോ കുറച്ചുകൂടെ കഴിയിട്ട് സെൻസറാവാൻ ഞാൻ എൻ്റെ വരികൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്ത് പറ്റി ബ്രോ 1 month നോ വീഡിയോ? ബിക്കോസ് സം ഇഷ്യൂസ് ഗൈസ്. എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, വലിയ പ്രശ്നങ്ങൾ. സോ വി വാണ്ട് ടു ഓവർകം ദാറ്റ്. അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല. ഞാൻ കാണിച്ച ഏറ്റവും വലിയ പൊട്ടത്തരം, വീഡിയോ ഇട്ടില്ല. എൻ്റെ 1.1 million കിടന്ന ഡാഷ്ബോർഡ് ഇൻസൈറ്റ് ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് വെറും 50K മാത്രം. ഓക്കെ ഗൈസ്, നമ്മളെ Q&A ഫ്രം ദ ഹോസ്പിറ്റൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം എൻ്റെ Q&A യൂട്യൂബിൽ. ഓക്കെ ഗൈസ്, നമ്മൾ വീഡിയോ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ Q&A ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പോകുന്ന വഴികൾ നമ്മൾ പുതിയ വ്ളോഗിൽ കണ്ടുമുട്ടുന്നതായിരിക്കും. സോ പുതിയ വ്ളോഗിൽ പുതിയ കണ്ടന്റുമായിട്ട്, പുതിയ വേറിട്ട കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ കൈഡോ പുതിയ പാട്ടുകളുമായിട്ടും ഇൻസ്റ്റയിലും പുതിയ വ്ളോഗുകളായിട്ട് യൂട്യൂബിലും ഞാൻ കാണും ഗൈസ്. സോ ദിസ് ഈസ് കൈഡോ, ജസ്റ്റ് ലൈക്ക് മീ. ലവ് യു ഓൾ ഗൈസ്. ബൈ.